മംഗലൂരു ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ മലയാളിയുടെ മൃതദേഹം മലപ്പുറത്തെത്തിച്ചു. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. കേസിൽ 5 പേര് കൂടി അറസ്റ്റിലായി. ഇതോടെ സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. കുടുപ്പ് ഭദ്ര കല്ലുരുട്ടി ക്ഷേത്ര മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കിടെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആൾക്കൂട്ടം യുവാവിനെ തല്ലിക്കൊന്നത്. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു. അനുമോദ്, ആൾക്കൂട്ട കൊലപാതകം തന്നെ ഉണ്ടായിരിക്കുന്നു. ഇതിൽ നടപടികൾ ഉണ്ടാകുമ്പോഴും ഒട്ടും അതിദാരുണമായി പോയൊരു സംഭവമായി പോയി ഈ വിഷയം. എങ്ങനെയാണ് ബന്ധുക്കളൊക്കെ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? അപർണ, ഇപ്പോൾ പറപ്പൂര് ചോലംകുണ്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അഷ്റഫിൻ്റെ ഖബറടക്ക ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അല്പസമയം മുൻപാണ് 10 മണിയോടെയാണ് അഷ്റഫിൻ്റെ മൃതശരീരം പറപ്പൂരിൽ എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ മുൻപ് ഉണ്ടായിരുന്ന താമസിച്ചിരുന്ന 2 വീടുകളും ബാങ്ക് ജപ്തി ചെയ്ത് ഇവിടെ കടം കയറിയ ഒരു സാഹചര്യത്തിലായിരുന്നു ഇവർ ഇവിടം വിട്ടു പോയിരുന്നത്. അപ്പോൾ അവരുടെ മുൻപ് ഉണ്ടായിരുന്ന വീടിനടുത്ത് അവർ വാഹനത്തിൽ വെച്ച്, ആംബുലൻസിൽ വെച്ച് തന്നെ മറ്റുള്ളവർക്ക്, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ കാണാനുള്ളൊരു സാഹചര്യം ഒരുക്കി. അതിനുശേഷം ചോലംകുണ്ട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുവന്നു. അവിടെ മയ്യത്ത് നിസ്കാരം ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ ഖബറടക്കുന്നതിനായി ഖബർസ്ഥാനിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 6 വർഷം മുൻപാണ് ഇവരിവിടെ നിന്ന് പോയത്. പരിചയക്കാരൊക്കെ അതുകൊണ്ട് തന്നെ അഷ്റഫിനിവിടെ കുറവാണെന്ന് പറയാൻ മാത്രമല്ല, അഷ്റഫിൻ്റെ ബന്ധുക്കളും വളരെ കുറച്ച് പേരാണ് ഇവിടെ ഇപ്പോഴുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ ഖബറടക്ക ചടങ്ങുകൾ ഈ പറപ്പൂരിലെ ചോലംകുണ്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപർണ, സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. 20 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കിടെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആൾക്കൂട്ടം യുവാവിനെ തല്ലിക്കൊന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. വയനാട് സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. 20 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പേർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കായുള്ള തെരച്ചിലും അന്വേഷണവും നടക്കുക കൂടിയാണ്. സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകുന്ന സാഹചര്യം. KV ബൈജു കൂടി വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഇപ്പോൾ തന്നെ 20 പേരോളം അറസ്റ്റിൽ എന്നുള്ള ഇത് വരുന്നു. പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ? ഏത് വകുപ്പ് ചുമത്തി ആണ് കേസെടുത്തിരിക്കുന്നത്? അപർണ, ഞെട്ടിക്കുന്ന ഈ വാർത്ത ന്യൂസ് 18 ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് നടന്ന ഒരു കൊലപാതകം വൈകിട്ട് 5 മണിയോടുകൂടിയാണ് പോലീസ് തന്നെ ഈ സംഭവം അറിയുന്നതും. ഏതായാലും ഇന്നലെയാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത്. അതോടൊപ്പം രാത്രിയോടുകൂടി തന്നെ ഇതൊരു മലയാളിയാണ് കൊല്ലപ്പെട്ടെന്ന വിവരം ന്യൂസ് 18 തന്നെയാണ് ആദ്യം പുറത്തുവിടുന്നത്. ഏതായാലും അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമാണ് ഈ മംഗളൂരുവിൽ നടന്നിരിക്കുന്നത്. അതായത് പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ ഗാലറിയിൽ ഇരുന്ന് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുക. അതായത് ചവിട്ടിയും വടികൊണ്ടടിച്ചും അത്തരത്തിൽ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്നത്. പോലീസ് പറയുന്നത് ഇതുവരെ ഇയാൾ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല എന്നാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ സച്ചിൻ എന്ന് പറയുന്ന ഒരാൾ ഇയാളുമായി ചെറിയ വാക്ക് തർക്കമുണ്ടായി. ഇതിനിടയിൽ ഈ സച്ചിനാണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഈ അഷ്റഫ് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനങ്ങൾ ഓടിക്കൂടി ഇദ്ദേഹത്തെ
ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു, നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നുണ്ട്. ആന്തരിക അവയവങ്ങളിലുണ്ടായ ആന്തരിക രക്തസ്രാവം അതാണ് പ്രധാനമായും മരണകാരണം. അതോടൊപ്പം ഹൃദയാഘാതവും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത്. ഏതായാലും ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ ബന്ധുക്കൾ മംഗളൂരുവിലെത്തി ഈ മൃതദേഹം ഏറ്റുവാങ്ങിയതും ഇപ്പോൾ മലപ്പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നതും. 2 ദിവസം പോലീസ് ഈ കാര്യത്തിൽ ഈ വിവരങ്ങളെ പുറത്ത് വിടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ തുടക്കത്തിൽ തന്നെ ഇതൊരു മലയാളിയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രിയാണ് ന്യൂസ് 18 ആ വിവരം പുറത്തുവിടുന്നതും. എന്തായാലും മംഗളൂരുവിൽ ഇപ്പോൾ 15 പേരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത്. 5 പേരെ കൂടി ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തു. കാരണം വലിയ തോതിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത്തരം ഒരു കൊലപാതകം നടന്നിട്ട് പ്രതികളെ പിടികൂടുന്നില്ല എന്നതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി. ആഭ്യന്തര മന്ത്രി ജി പരമേശ്വര നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹം മംഗളൂരുവിലെത്തുന്നത്. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ ചികിത്സ തേടിയിരുന്നു. ഈ പഴയ സാധനങ്ങളൊക്കെ പെറുക്കി വിറ്റ് ഉപജീവനം കണ്ടെത്തുന്ന ഒരാളാണ്. നഗരത്തിൽ നിന്നും 6 കിലോമീറ്ററോളം ദൂരമുള്ള കടുപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം എങ്ങനെ എത്തി എന്ന തുടർ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. 30ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 20 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. എന്തായാലും മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും കർശന ജാഗ്രതയാണ് ഇപ്പോൾ പോലീസ് തുടരുന്നത്. ഈ സംഘർഷം വ്യാപിക്കാതിരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമായി ഉടലെടുത്ത സാഹചര്യത്തിൽ പോലീസിനെ കൂടുതൽ ഇടങ്ങളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നഗര കേന്ദ്രങ്ങളിലൊക്കെ പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ജബ്ബാർ ഈ അഷ്റഫിന്റെ സഹോദരൻ ജബ്ബാർ മംഗളൂരുവിലെത്തുകയും അതിനുശേഷം ഇവർക്ക് മൃതദേഹം വിട്ടു നൽകുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തത്. ഒരുപാട് ആളുകളാണ് രാത്രി ഈ സമയത്തും അവിടെ എത്തിയിരുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് പോലീസിനെതിരെ. ഈ 3 മണിക്ക് നടന്ന ഒരു സംഭവം 5 മണിക്കാണ് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിരുന്നത്. മലയാളിയാണെന്ന് അറിയാം. 2 ദിവസം വൈകിയാണ് ഇത് മലയാളിയാണെന്നുള്ള ഒരു സ്ഥിരീകരണം പോലും പോലീസ് നൽകുന്നത്. ഏതായാലും ഈ ദാരുണമായ സംഭവം ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാവും തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപർണ. KV ബൈജു.